ഒഡീഷയിൽ സ്ത്രീയുടെ തലയില്ലാത്ത മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ മാൽക്കാൻഗിരി ജില്ലയിൽ സമൂഹ മാധ്യമങ്ങളുടെ നിരോധനം നീട്ടി. രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചതോടെയാണ് നിയന്ത്രണം. പ്രകോപനപരമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിന്റെ ഭാഗമായുള്ള നടപടിയെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. മാൽക്കാൻഗിരി ജില്ലയിലെ പൊറ്റേരു നദിയിൽ നിന്നാണ് കഴിഞ്ഞ വ്യാഴാഴ്ച സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇതിനെ തുടർന്നാണ് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള കലാപം. വാട്സാപ്പ്, ഫേസ്ബുക്ക്, എക്സ് എന്നിവയുൾപ്പെടെയുള്ള സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളുടെ നിരോധനം ഇന്ന് ഉച്ചവരെ 18 മണിക്കൂർ നീട്ടിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. പ്രകോപനപരമായ വാർത്തകളും സന്ദേശങ്ങളും പ്രചരിപ്പിക്കുന്നത് തടയാനാണ് നടപടി. ഭൂമി തർക്കമാണ് സ്ത്രീയെ കൊലപ്പെടുത്തിയതിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. സ്ത്രീയുടെ ഗ്രാമത്തിലുള്ളവർ അയൽ ഗ്രാമത്തിലേക്ക് കയറി ആക്രമണം അഴിച്ചുവിട്ടുവെന്നും പോലീസ്. ഏതാണ്ട് 5000-ഓളം മാരകായുധങ്ങളുമായി എത്തി ആക്രമണം നടത്തിയെന്നും വീടുകൾക്ക് തീയിട്ടെന്നുമാണ് വിവരം. ഇരു സമുദായങ്ങളും തമ്മിലുള്ള ചർച്ചകളെ തുടർന്ന് സമാധാനത്തിലേക്ക് നീങ്ങുന്നതായി കളക്ടർ അറിയിച്ചു. സമാധാന സമിതി യോഗം ഇന്നും ചേരും. കൊല്ലപ്പെട്ട സ്ത്രീയുടെ കുടുംബത്തിന് മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.